ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലിപ് കെയറിനെ കുറിച്ചുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലിപ്സ് നാച്ചുറൽ ആയിട്ടുള്ള കളർ മാറിയിട്ട് പിഗ്മെന്റഡ് ആയിട്ട് ഡാർക്ക് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഒരു 7 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം, ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. ലിപ്പ് കെയറിനെ കുറിച്ച് പറയുമ്പോൾ ലിപ് കെയറിന്റെ ആദ്യമായിട്ട് പറയേണ്ടത് നമ്മുടെ ലിപ്പ് പിഗ്മെന്റഡ് ആവാനുള്ള കുറച്ച് കാരണങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാരണങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നത് മൂലം നമുക്ക് ഈ ലിപ്പ് വളരെ ഡ്രൈ ആയിട്ടും അതുപോലെ ഡാർക്ക് ആയിട്ടും ഒക്കെ വരാറുണ്ട്. വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൽ ഓയിൽ ഗ്ലാൻസ് ഇല്ലാത്തത് കൊണ്ടും വളരെ തിന്നായത് കൊണ്ടും ലിപ്പിലെ സ്കിന്ന് വളരെ തിന്നായത് കൊണ്ടും പെട്ടെന്ന് ഡാർക്ക് ആവാനുള്ള ഒരു കാരണം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇത് ഡ്രൈ ആവാനും, ഈ ഓയിൽ ഗ്ലാൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡ്രൈ ആവാനും അതുപോലെ ഡാർക്ക് ആവാനും സാധ്യത കൂടുതലാണ്. നമ്മൾ സൺ എക്സ്പോഷർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വെയിലത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് അതിൽ നിന്ന് നമ്മുടെ ചുണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടുകയും അതുമൂലം ഡാർക്ക് ആവുകയും ചെയ്യാം. അതുപോലെ വളരെ കാറ്റടിക്കുക അല്ലെങ്കിൽ വളരെ ചൂടുള്ള ക്ലൈമറ്റിൽ ഇറങ്ങുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും ചുണ്ട് ഡാർക്കായിട്ട് കാണാറുണ്ട്. പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കോസ്മെറ്റിക് പ്രൊഡക്ട്സിന്റെ യൂസ് ആണ്. ലിപ്സ്റ്റിക് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെല്ലെ ചുണ്ട് ഡാർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില മരുന്നുകളുടെ യൂസ് കൊണ്ടും നമുക്ക് റെറ്റിനോയിഡ്സ് പോലുള്ള ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും ഇതുപോലെ ചുണ്ട് ഡാർക്കായിട്ട് വരാറുണ്ട്. പിന്നെ മെയിനായിട്ട് കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അയണിന്റെയും അതുപോലെ തന്നെ ബി കോംപ്ലക്സിന്റെയും ഡെഫിഷ്യൻസി മൂലമാണ്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. ഈ ഒരു കാരണം കൊണ്ടും ചിലപ്പോൾ ചുണ്ട് ഡാർക്കായി വരാറുണ്ട്. അപ്പോൾ അയണും ബി കോംപ്ലക്സും ഒക്കെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് അയണും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു കാരണം കൊണ്ടും ചുണ്ട് ഡാർക്കായി വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ചുണ്ട് ഡാർക്കായി വരാനുള്ള അല്ലെങ്കിൽ പിഗ്മെന്റഡ് ആയി മാറാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു ലിപ് കെയറിലേക്ക് വന്നാൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഈ ഒരു ചുണ്ട് ഡാർക്കായത് തിരിച്ച് നമ്മുടെ നാച്ചുറൽ കളറിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു 3 സ്റ്റെപ്സ് ആണ്. ഒന്ന് എക്സ്ഫോളിയേഷൻ, അതുപോലെ ഒരു ലിപ്പ് മാസ്ക്, അതുപോലെ അത് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഒരു ബാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു ലിപ് കെയറിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ്ഫോളിയേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി. 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് തേനും പഞ്ചസാരയാണ്. തേൻ നമുക്ക് നല്ല ചെറുതേൻ കിട്ടുവാണെങ്കിൽ ചെറുതേൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിനുശേഷം പഞ്ചസാര വളരെ വലിയ തരി ഇടരുത്, ചെറിയ തരി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തരിയോട് കൂടിയിട്ട് നമ്മൾ ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ ടവല് ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുക്കി ഒന്നത് വൈപ്പ് ചെയ്ത് കളയാം. അതിനുശേഷം വേണം നിങ്ങൾ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഇരട്ടി മധുരവും അതുപോലെ തന്നെ മഞ്ചിഷ്ടിയാണ്, മഞ്ചട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെയും പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. വൈപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടുള്ള ടവൽ ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ച് കളയാവുന്നതാണ്. അതിനുശേഷം ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പശുവിൻ്റെ നെയ്യാണ് എടുക്കേണ്ടത്. നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നേവൽ റീജിയനിൽ നമ്മുടെ പൊക്കിളിൽ പശുവിൻ്റെ നെയ്യ് കൊണ്ട് ഒരു തുള്ളി പശുവിൻ്റെ നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിരലിൽ എടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ ലിപ്പിൻ്റെ നിറം തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ഒരു 2 to 3 ലിറ്റേഴ്സ് എങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. നെല്ലിക്ക നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അയണും വിറ്റാമിൻ ബിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടെ കഴിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. നല്ല മാറ്റം ഉണ്ടാവും. പഴയ പോലെ നമ്മുടെ ലിപ്സ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നിറം കിട്ടാൻ സഹായിക്കും ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്